ഇടുക്കി കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു വീട്ടിലെ 4 പേർ വെന്തുമരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പോലീസ് വീഴ്ചയെന്ന BJP ജില്ലാ നേതൃത്വം. കേസിന് പോലീസ് ഗൗരവം നൽകുന്നില്ലെന്നാണ് BJPയുടെ ആരോപണം. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് BJP തീരുമാനം. കഴിഞ്ഞ മാസം 10-നായിരുന്നു കൊമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 9-ന് വീടിന് തീപിടിച്ചുവെന്നാണ് അനുമാനം. ഈ കേസിലാണ് ഇപ്പോൾ പോലീസിനെതിരെ വിമർശനവുമായി BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഇടുക്കി DSPയെ പ്രമോഷനോടുകൂടി ആലപ്പുഴ SP ആയി നിയോഗിച്ചത് ഈ വിഷയത്തെ പോലീസോ സർക്കാരോ ഗൗരവമായി കാണുന്നില്ലതിന്റെ തെളിവാണെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരികുമല അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല. വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിപ്പിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംഭവം നടന്ന് 9 മാസം ഒരു മാസം പൂർത്തിയാകുമ്പോഴും യഥാർത്ഥത്തിൽ തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ഒരു കാരണം പോലും കണ്ടെത്തുന്നതിന് നമ്മുടെ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. സർക്കാർ ഈ സംഭവം ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആക്ഷേപം. ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ പോലീസിൻ്റെ ആദ്യത്തെ നിഗമനം ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അപകടമുണ്ടായി എന്നുള്ളതായിരുന്നു. എന്നാൽ മൂലമറ്റത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധ്യത ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തണം. അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും വേണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരികുമല, BJP ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, വിവിധ ഭാരവാഹികളായ അനീഷ് CK, സഹദേവൻ കോനാട്ട്, സുഭാഷ് KA എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.